എല്ലാം റെഡിയല്ലേ? എപ്പോഴേ റെഡി. വന്ന് ടേസ്റ്റ് നോക്ക്. ഇതെന്താണെന്ന് പറയും. കേർഡ് റൈസ്. ഉപ്മാവാണ്. എന്താണോ ഇത്? സാറ് കണ്ടിട്ടില്ലേ? ഇതാണ് കുറുമ. ഇത് മോശമായി പോയി സാറേ. ഇതൊന്നും അറിയാതെ എങ്ങനെയാ സാറേ ഹോട്ടൽ നടത്തുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഹോട്ടൽ നടത്തുന്നതല്ല തെറ്റ്. നിന്നെ പോലൊരുത്തിന് ജോലിക്ക് എടുത്തില്ലേ, അതാണ് തെറ്റായി പോയത്. ഫോളോ മീ. എനിക്കൊരു പ്ലേറ്റ് വേണം. സൂപ്പറാണ്. ഇനി കുറച്ചുകൂടിയേ ഉള്ളു. ഇനി ആർക്കാ വേണ്ടെന്ന് പറഞ്ഞ ഇയാൾക്ക് വേണം. അടുത്ത എവിടെയെങ്കിലും ഹോസ്പിറ്റലുണ്ടോ ചേട്ടാ? അടുത്ത് തന്നെ ഉണ്ട്, നടന്നു പോകാം. അപ്പൊ ധൈര്യമായിട്ട് വിളമ്പിക്കോ. എല്ലാ കളറും തീർന്നു. മണക്കാതെ തിന്ന് നോക്കടാ. വിഷമിക്കണ്ട മോനെ, നാളെ വാ, കളറായിട്ട് ചെയ്തു തരാം. നാളെ വരും. കഴുതൊക്കെ അറിയോ? കർപ്പൂര വാസന പുറത്തുണ്ടാക്കാൻ പറഞ്ഞില്ലേ? ഇപ്പൊ ആർക്കും തയ്യുന്നില്ല. ഇങ്ങനെ ഉണ്ടാക്കി തന്നതിന് ഞങ്ങൾ തന്റെ കൈ വെട്ടിക്കളിയാടോ വേണ്ടത്? കെട്ടിയിട്ടത് വലിയ തെറ്റായി പോയി. ഹായ് മീര. ഹായ് വിശ്വ. ആര്? മീരയോ? പറഞ്ഞോളൂ. എന്താ പറ്റിയേ? ഒന്നും കഴിച്ചില്ലല്ലോ. ഫുഡ് ഇഷ്ടായില്ലേ? ഏയ് അതല്ല, ഞാൻ രാവിലെ കോഫി മാത്രമേ കഴിക്കാറുള്ളൂ, അതുകൊണ്ടാണ്. വിശ്വയുടെ ഫ്രണ്ട്സ് എല്ലാരും കഴിച്ചല്ലോ, അവർക്കൊക്കെ ഇഷ്ടമായോ? മീര, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു പറഞ്ഞേക്കെ. സൂപ്പർ ആയിരുന്നു. ഡെയിലി വരാം. ഞാൻ എപ്പോഴാടാ പറഞ്ഞേ? അപ്പൊ നീ പറഞ്ഞായിരുന്നല്ലോ. അത് അപ്പോഴല്ലേ. ഹലോ. മീര പറഞ്ഞോളൂ. Can I ask you something? പറഞ്ഞോ. If you don't mind. Don't mind? ഞാൻ. അതെ, ഞാന് ഞങ്ങളുടെ ഡാൻസ് ടീമിൽ ജോയിൻ ചെയ്തോട്ടെ? ഷുവർ. ഓക്കെ. താങ്ക് യു. ധൈര്യമായിട്ട് വാ. എന്താടാ വരാൻ തരാന്നൊക്കെ? അത് മീരയ്ക്ക് ഡാൻസ് വളരെ ഇഷ്ടമാണെന്നാ പറയുന്നത്. നമ്മുടെ ഡാൻസ് ടീമില് മീരയ്ക്ക് ജോയിൻ ചെയ്യണമെന്ന് പറയുന്നു. നിനക്ക് പിന്നെ ഡാൻസ് ഇഷ്ടമല്ലല്ലോ. ഇഷ്ടമല്ലാഞ്ഞിട്ടല്ലടാ, അത് വരുന്നില്ല. രണ്ടും ഒന്ന് തന്നെയാ, വിട്ടേക്ക്. എന്താ ബ്രോ, വാട്ടർ ഡെലിവറിക്ക് പോകുന്നില്ലേ ഇന്ന്? ഈ ഓസ്ട്രേലിയക്കാർക്ക് മുഴുവനും ഒരാഴ്ച മുഴുവനും കുടിച്ച് മതിക്കാൻ ആവശ്യമുള്ള മുഴുവൻ വാട്ടർ ക്യാനും ഇന്നലെ രാത്രി തന്നെ ഡെലിവറി ചെയ്തു ബ്രോ. മീരയെ കാണാൻ റെസ്റ്റോറന്റിൽ പോയില്ലേ? അതിന് റെസ്റ്റോറന്റ് എന്ന് പറയല്ലേ മോനെ, യമലോകത്തേക്ക് ആളെ അയക്കുന്ന ഏജൻസി അല്ലേടാ അത്. എങ്കിൽ മീര നീ എങ്ങനെ കാണും? നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ. എന്താ ബ്രോ ഇത്? നീയും ഡാൻസും തമ്മിൽ ഒരുപാട് ദൂരത്തിലല്ലേ ബ്രോ? എത്ര ദൂരമാണെന്ന് പറ, ഞാൻ ഓട്ടോ പിടിച്ചങ്ങ് വന്നേക്കാം. ദയവ് ചെയ്ത് എനിക്ക് ഡാൻസ് പഠിപ്പിച്ചതാ ബ്രോ. ബ്രോ, ഡാൻസ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാ. എന്താടാ അത്ര വലിയ ഡാൻസ്? ഇങ്ങനെ തലയാട്ടിയല്ലേ ഇവിടെ എല്ലാരും വലിയ സ്റ്റാർ ആയത്. ഇതാരാ ബ്രോ? പറയിപ്പിക്കണോ? ഇവിടെ നോക്ക് ബ്രോ, മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പിൽ നിന്ന് ഒരു 2 സ്പൂണ്, പ്രഭുദേവയുടെ സ്റ്റെപ്പിൽ നിന്ന് 1.5 സ്പൂണ്, പിന്നെ നിനക്കറിയാവുന്ന സ്റ്റെപ്പിൽ നിന്ന് 1/2 സ്പൂൺ, മൊത്തത്തിൽ ഒരു കലക്കി മീരെ ഇംപ്രസ് ചെയ്യുന്ന പോലെ ഒരു സ്റ്റെപ്പ് കണ്ടുപിടിച്ച് വെക്കേ. അപ്പോഴേക്ക് ഞാൻ സ്ട്രെച്ചസ് ഒക്കെ ചെയ്തിട്ട് വരാം. ബ്രോ, വാട്ട് ഈസ് ദിസ്? ഈ കിഴങ്ങേശ്വരന്മാരാണ് ഉള്ളിലേക്ക് വിട്ടത്. ഞാൻ ആരെയും ചേർത്തില്ല. മൂക്കിൽ പഞ്ഞു വെക്കാൻ സമയമായവരൊക്കെ ഇപ്പൊ ഡാൻസ് പഠിക്കാൻ ഇങ്ങോട്ട് വരേണ്ട വല്ല ആവശ്യമുണ്ടോടാ? ഇവന്മാർക്കല്ലാതെ അത്യാവശ്യമാ. ആടിച്ചിന്റെ ഒക്കെ ഷേപ്പ് ഞാൻ മാറ്റി. ഏയ് ബ്രോ, പ്രേമത്തിനൊരു കോമ്പറ്റീഷൻ ഉള്ളതാണ്. നീ അവരെക്കാളും നന്നായിട്ട് കളിച്ചാ മീര നിന്റെ കൂടെ പോരില്ലേ?
മൂവ്മെന്റ് എന്ന പേരില് എല്ലാവരും മുട്ടിമുട്ടി കളിച്ചോണ്ടിരിക്കുകയാണല്ലേ. മൂവ്മെന്റ് എന്നാ ഞാൻ കാണിച്ചു തരട്ടെ. മാൻലി ആയിരിക്കണം. കാണിച്ചു തരട്ടെ. എടാ ജൂനിയർ മൈക്കിൾ ജാക്സാ, ഒരു മൂവ്മെന്റ് ഇടാൻ നോക്കടാ. ഡാൻസ് കളിച്ചിട്ട് കുറച്ച് നാളായി. ഇവനെന്താ തലവെട്ടി ആടിനെ പോലെ തുള്ളുന്നത്? Come on, dance. Dance. Come on, dance. Dance. Come on, dance. ഹായ്. ഹായ്, എന്തൊക്കെയുണ്ട്? ഇന്നെന്താ തനിച്ചിറങ്ങിയത്? എടാ പടയൊക്കെ എവിടെ? അവരെന്റെ പടയൊന്നും അല്ല, അവരെന്റെ അടുത്ത് വെറുതെ വന്നേ ഉള്ളൂ. എന്തിനാ ഇങ്ങനെ നടക്കുന്നതെന്നറിയില്ല. ഓഹോ, ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്ക്. എക്സ്ക്യൂസ് മീ, 2 minutes. സോറി, യു കണ്ടിന്യൂ. എന്തു പറ്റി? എന്തെങ്കിലും അവരോട് പറഞ്ഞോ? എല്ലാവരും അപ്സെറ്റ് ആയിട്ട് പോകുന്നു. എന്താ പറഞ്ഞത്? ഞാൻ തുറന്നു പറഞ്ഞു. എന്ത്? നിങ്ങൾക്കല്ലേ എന്താ വേണ്ട ഇപ്പോ? ഞങ്ങളെല്ലാം ഈ നാട്ടിലെ ബാച്ചിലേഴ്സാ. എന്നൊരു മലയാളി പെണ്ണ് വരും, ആ കൊച്ചിനെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ജീവിക്കാന്നും പറഞ്ഞ് കാത്തിരിക്കുക. ഞങ്ങളെല്ലാരും ഒരുമിച്ച് ട്രൈ ചെയ്യും. ഞങ്ങളിൽ ആരെ ഇഷ്ടപ്പെടുന്നോ അയാൾക്ക് വേണ്ടി മറ്റുള്ളവർ മാറിക്കൊടുക്കും. അതാണ് ഞങ്ങൾക്കിടയിലുള്ള ജെന്റിൽമെൻ എഗ്രിമെന്റ്. What? I love you എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാ he love you എന്ന് കേൾക്കുന്നത്. ഓക്കേ, സ്റ്റോപ്പ്. നിങ്ങളെയൊക്കെ ഞാൻ പ്രേമിക്കണമെങ്കിലും കല്യാണം കഴിക്കണമെങ്കിലും അദ്ദേഹം സമ്മതിക്കണ്ടേ? നിങ്ങളുടെ അച്ഛനല്ലേ മാഡം, ഞങ്ങൾ നോക്കിക്കോളാം. എന്റെ അച്ഛനല്ല, എന്റെ ഹസ്ബൻഡ്. കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞാ വരൂ. ആ, എന്താ കഴിക്കുന്നത്? ഒന്നും വേണ്ട. ഞാൻ സ്റ്റോക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. ആ, എല്ലാം നിരത്തി വെച്ചിരിക്കല്ലേ, ചെക്ക് ചെയ്തോ? മീര ഇല്ലേ? ഡാഡി ഇല്ലേ? ഇല്ല, ഡാഡി പുറത്തു പോയിരിക്കുക. എന്താ കഴിക്കാൻ വേണ്ടേ? ക്യാൻ ഐ ഹാവ് സം വാട്ടർ? ഇരിക്കൂ. ഷുവർ. താങ്ക് യു. അത് താലിയൊക്കെ ഇടാതെ വേണമെങ്കിൽ ഇരിക്കാം. എങ്കിൽ ഫോട്ടോയൊക്കെ വെക്കാതിരിക്കുമോ? ആരുടെ ഫോട്ടോ? നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഫോട്ടോ. എന്താ എന്റെ ഹസ്ബൻഡിനെ കാണണോ? മൈ ഹസ്ബൻഡ് സുധീഷ് പണ്ഡിറ്റ്. ഇയാളാ? യാ, വെരി സ്മാർട്ട് അല്ലേ ഇദ്ദേഹം? നമ്മുടെ കേരളത്തിലെ സൂപ്പർ സ്റ്റാർ അല്ലേ? ലുക്ക് അറ്റ് ഹിം, ഹൗ ക്യൂട്ട് ഹി ഈസ് ഡാൻസിംഗ്, നോ? അല്ലേ? യു നോ വാട്ട്, എന്നെ ഓർത്തോണ്ടാണ് ഇത്ര ഈ പാട്ടിൽ അഭിനയിച്ചത്.
ആരാടാ ഇയാള്? സതീഷ് പണ്ഡിറ്റിന്റെ അനിയൻ സുധീഷ് പണ്ഡിറ്റാ? ഇവനൊക്കെ പാലിനകത്ത് പാറ്റ ഗുളിക കലക്കി കൊടുക്കാൻ ഇവിടെ ആരും ഇല്ലേടാ. ഇവന്റെയൊക്കെ കോപ്രായം കണ്ട നമ്മ ചോര ഛർദിക്കും. കേരളത്തിലെ വലിയ സ്റ്റാറാണ് മോനെ. ഈ ഡാൻസ് മീരയാണെന്ന് വിചാരിച്ചാ കളിച്ചെന്ന്. എന്തോന്ന്? ഇത് ഡാൻസ് ആണെന്നോ? പിന്നെ എന്തിനാടാ ഞങ്ങളെയൊക്കെ കളരിപ്പയറ്റ് പോലെ ചാഞ്ഞാടാനും മലന്നാടാനും കുനിഞ്ഞാടാനൊക്കെ പറഞ്ഞ് എന്തിനാടാ വെറുതെ നടുവൊടിച്ച്? ദാ അവിടെ കണ്ടില്ലേ, കീച്ചേൻ കറക്കുന്ന പോലെ കൈയിട്ട് ചുറ്റിയിട്ട് മരോക്കിയിട്ട് ആട്ടി മഴയിൽ നനഞ്ഞ കാക്കയെ പോലെ തോളിങ്ങനെ കുടഞ്ഞ് മീരയെ വളച്ചെടുത്തോണ്ട് പോയെന്നോ? പോടാ നീ നിന്റെ ഒരു ഡാൻസും. ഇത് കഴിഞ്ഞ ആഴ്ചത്തെ സ്റ്റോക്കിന്റെ പേയ്മെന്റ്. ഈ ആഴ്ച 100 ബോട്ടിൽ ആവശ്യം വരും. ക്യാഷ് കറക്റ്റ് ആണോ നോക്കിക്കോളൂ. ഹലോ സർ, ഹായ് വിശ്വ. പേയ്മെന്റ് ഞാൻ അവിടെ ഒന്ന് വാങ്ങുമായിരുന്നല്ലോ സർ. ഇതിലെന്തിരിക്കുന്നു? നിങ്ങളുടെ ഓഫീസും ഫാക്ടറിയും ഒന്ന് കാണാമെന്ന് കരുതി. അതിനാ ഞാൻ തന്നെ വന്നത്. എനി ടൈം സർ, പ്ലീസ്. വെരി ക്ലാസി ഹൗസ്. താങ്ക് യു സർ. ഞാനും ഇതുപോലെയാ. എല്ലാം ക്ലാസ് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാ. ഒരു ചെറിയ വിഷമമുണ്ട്. കുക്കിന്റെ കാര്യത്തില് തെറ്റുപറ്റി. കുക്കിന്റെ കാര്യത്തിൽ മാത്രമാണോ തെറ്റ് ചെയ്തത്? പിന്നെന്ത് തെറ്റ് ചെയ്തെന്ന്? പിന്നെന്താണ് സാർ, നിങ്ങൾ തന്നെ ക്വാളിറ്റി ലൈഫ് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് മോൾക്ക് മാത്രം എന്താണ് സാർ ഇങ്ങനെ ഒരു ഭർത്താവിനെ കണ്ടുപിടിച്ച് കളഞ്ഞത്? എന്റെ മോളുടെ ഭർത്താവോ? വാട്ട് നോൺസെൻസ്. എന്റെ മോളുടെ മാരേജ് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഈ വർഷം ഏതെങ്കിലും ചെറുക്കനെ കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചിരിക്കുക. ഓഹോ,